സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊളിക്കണം. പൊളിക്കാതെ പിന്നെ വേറെ പണിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിലത്തിരുന്ന് അത് പൊളിക്കാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എനിക്കും റോസ്മിക്കും മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ ഇതിനകത്തുനിന്ന്. ഇവിടുന്ന് വന്ന അമ്മയ്ക്കും ചേട്ടനും അപ്പുവേട്ടനും അപ്പച്ചനും ഒന്നും അറിയില്ല എന്തൊക്കെയാ വാങ്ങിച്ചേക്കണതൊന്നും. അമ്മയ്ക്ക് ചെറുതായിട്ട് അറിയാം. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആണല്ലോ എന്താണെന്ന് അറിയാൻ. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓരോന്നും പൊളിച്ച് എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു ചിവ്യേട്ടൻ്റെ ചിവ്യേട്ടൻ്റെ ചുറ്റും വട്ടത്തിൽ. പിന്നെ വന്നിട്ട് ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യിപ്പിക്കുക ചെയ്തത്. ഫോട്ടോ ഫ്രെയിം വന്നിട്ട് നമ്മൾ വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡറാക്കി. പാലക്കാട് വീട്ടിലേക്ക് ഓർഡറാക്കിയത്. കാരണം ഇവിടെ ഇരുന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധനങ്ങൾ ആ 4 ഐറ്റംസ് വാങ്ങിച്ച് വീട്ടിൽ കയറ്റിയതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അത് പൊതിയാൻ പെട്ട പാടും. അപ്പോൾ ഞാൻ പാലക്കാട് വീട്ടിലേക്ക് ഫ്രെയിമും വാച്ചും കാര്യങ്ങളൊക്കെ പെർഫ്യൂമും ഒക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് റോസ്മീനെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞത്. ഫ്രെയിമൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അവള് ചെക്കനെ കഫയ്ക്ക് പറഞ്ഞ് വിട്ട് ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്ത് തന്നു. അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായില്ല. പിന്നെ റോസ്മേരിനെ കട്ട് ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിം ആക്കി. പിന്നെ അവൾ എന്നോട് ചോദിച്ചു ഏതൊക്കെ ഫ്രെയിമിനകത്ത് ഏതൊക്കെ ഫോട്ടോ വെക്കണം. അതായത് ബ്ലാക്കും വൈറ്റും ഉണ്ടായില്ലോ ഫ്രെയിം. അപ്പോൾ ഏതൊക്കെ ഫോട്ടോസ് ഏത് കളർ ഫ്രെയിമിലാണ് വെക്കേണ്ടതെന്ന്. അങ്ങനെ എല്ലാ ഗിഫ്റ്റും ഒരുവിധം പൊളിച്ചു. പൊളിച്ചതിന് ശേഷം നമ്മുടെ കിറ്റുവിൻ്റെ വക ഒരു നന്ദി പ്രകാശനം വീഡിയോ ഉണ്ടായിരുന്നു. അതും കാണണം. അത് ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അതെന്തായാലും കാണേണ്ടതാണ്. പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു.